106 ദിവസമായി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന തനിക്ക് അപമാനമുണ്ടാക്കി എന്ന് കാട്ടി കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. 106 ദിവസമായി അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വി.ഡി. സതീശന്. ഇന്ന് കോടതിയിലെടുത്ത നിലപാട് എന്താണെന്നറിയാമോ? മലക്കം പറഞ്ഞു വി.ഡി. സതീശൻ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന്. പകരം മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റു വാർത്താ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമവും ഈ ഒരു കോടീശ്വരനെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞിട്ടില്ല. വി.ഡി. സതീശൻ മാത്രമാണ് പുറത്തുവന്ന് പറഞ്ഞത്. ആ പറഞ്ഞതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു മാധ്യമവും കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരന് കൊടുത്തു എന്നറിയാമെന്നൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. അത് റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നു വ്യക്തിപരമായ ആരോപണമല്ല, പക്ഷേ ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമാണ്. മന്ത്രിക്കറിയാം ഏത് കോടീശ്വരനാണ് കൊടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ അതേ വി.ഡി. സതീശൻ 106 ദിവസം പറയുന്നു ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമല്ല. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് ഒരു ഭാഗം കൂടി പറയുന്നു, ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെങ്കിലും അംഗങ്ങളെ നിയോഗിക്കുന്നത് സർക്കാർ ആയതിനാൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് സതീശൻ കോടതി